വനിതാ ദിന വാർത്തകൾ തുടരുന്നു. എല്ലാം അവസാനിച്ചിടത്തു നിന്ന് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷികളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ തന്നെ ഏൽപ്പിച്ച് പങ്കാളി ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ പകച്ചുപോകാതെ പിടിച്ചുനിന്ന അന്തിക്കാട്ടുകാരി അമ്മിണി മലപ്പുറത്തിന്റെ അമ്മച്ചിയായതെങ്ങനെ? ഷീ ടൈംസ് അമ്മിണി എന്ന പെൺകരുത്തിന്റെ കഥ പറയുന്നു. അധ്വാനത്തിന്റെ മഹത്വവും അത് നൽകുന്ന സംതൃപ്തിയും ജീവിതമാക്കിയ അമ്മച്ചി സായന്തനത്തിലും മറ്റുള്ളവർക്കായി സജീവമാണ്. പ്രായം 63 തന്റെ പെട്ടിക്കടയിൽ സ്നേഹം വിളമ്പുകയാണ് ഈ അമ്മച്ചി. 1970 തൃശൂർ അന്തിക്കാട് സ്വദേശിയായ അമ്മിണി മലപ്പുറത്തേക്ക് വണ്ടി കയറിയത്. KSRTC ജീവനക്കാരൻ ജോൺ വടക്കന്റെ ഭാര്യയാവാനായിരുന്നു ആ യാത്ര. മലപ്പുറം കുന്നിൻമുകളിലെ ലാറ്റിൻ ചർച്ചിലായിരുന്നു മിന്നുകെട്ട്. ആഘോഷം നിറഞ്ഞാടിയ ആ ദിവസം 17-കാരി അമ്മിണി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിലേക്ക്. ഇണക്കവും പിണക്കവുമായി അമ്മിണിയുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നീങ്ങി. മാറോട് ചേർത്ത് വെക്കാൻ 3 മക്കളെയും ദൈവം നൽകി. അതിനിടയിലാണ് വിധി ക്യാൻസറിന്റെ രൂപത്തിൽ ഭർത്താവ് ജോണിനെ വേട്ടയാടുന്നത്. പറക്കമുറ്റാത്ത 3 മക്കൾ, അസുഖക്കിടക്കയിൽ തളർന്നുറങ്ങുന്ന ഭർത്താവ്, കയ്യിലുള്ള പണം ഒന്നിനും തികയാത്ത അവസ്ഥ. രോഗം ഗുരുതരമായതോടെ ചികിത്സ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സിച്ച് കയ്യിലുള്ള പണവും പണ്ടവും തീർന്നു. അവസാനം വിമുക്തഭടനായ അച്ഛന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഭർത്താവിന്റെ ചികിത്സ നടത്തുകയും ചെയ്തു. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ നാളുകൾക്കിടയിൽ ഭർത്താവ് മരണപ്പെട്ടു. അങ്ങനെ കുടുംബത്തിന്റെ ഭാരം 32-കാരി അമ്മിണിക്കായി. 3 മക്കളുടെ പഠനം, ഭക്ഷണം, താമസം എന്തെന്നറിയാതെ കുഴഞ്ഞു. ആലോചിച്ചപ്പോൾ അമ്മിണിയുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് കയറി. എങ്കിലും അമ്മിണി ജീവിതത്തോട് തോറ്റില്ല. മലപ്പുറത്ത് വന്നിട്ട് വലിയ ആകാംക്ഷയോട് കൂടിയൊക്കെ വന്നതാണ്. പക്ഷെ ദൈവം അവിടെ അനുവദിച്ചില്ല. 6 കൊല്ലം കൊണ്ട് ദാമ്പത്യം തകർന്നു. 3 മക്കളായി. 9 വർഷമായപ്പോൾ മരിച്ചു. ബാക്കിയുള്ള കൊല്ലങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് മക്കളെ പോയിട്ട് വളർത്തി വലുതാക്കി. ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭാഗം ഒരു ബങ്കിൽ ജീവിതം സമർപ്പിച്ച് ജീവിതം അവിടെ തന്നെയാണ്. ഈ ബങ്കിൻ്റെ ഉള്ളിലാണ് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 8 മണി വരെ. അതിൽ ചായയും വെള്ളവും സർവത്തും കൊടുത്ത് നാട്ടുകാരുടെ സ്നേഹം കൊണ്ട് വൈകുന്നേരമാക്കി പോകുന്നു. ഭർത്താവിന് മരണാനന്തരം ലഭിച്ച പണവും ചേർത്ത് 4 പശുക്കളെ വാങ്ങി. അവയിൽ നിന്ന് കിട്ടുന്ന പാലും വളവും വിറ്റ് മക്കളെ പോറ്റി. പരീക്ഷണങ്ങളുടെ 6 വർഷത്തിനു ശേഷം ഭർത്താവിന്റെ ജോലി മകന് കിട്ടി. അതോടെ അമ്മിണിക്ക് അല്പം ആശ്വാസവുമായി. കഷ്ടപ്പാടുകൾ ഓരോന്നായി അമ്മിണിയെ തുടർന്നും വേട്ടയാടി. ഇവരുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞ് 1992 മലപ്പുറം നഗരസഭ മലപ്പുറം കുന്നുമലിൽ കുറച്ച് സ്ഥലം അനുവദിച്ചു. അവിടെ ഒരു പെട്ടിക്കടയും തുടങ്ങി. ബാങ്കിൽ നിന്ന് ലോണെടുത്ത് മിൽമയുടെ ഏജൻസിയും ആരംഭിച്ചു. മക്കളുടെ കുട്ടിപ്രായം കണക്കിലെടുത്ത് അമ്മിണി തന്നെ കട നടത്താൻ തീരുമാനിച്ചു. രാവിലെ 8 മണിയോടെ മക്കളുമായി കടയിലെത്തി. മക്കളെ പോലെ കടയിലെത്തുന്നവരെയും സ്വീകരിച്ചു. രാത്രി ഇരുട്ടും വരെ ആവശ്യക്കാർക്ക് പാലും ചായയും വെള്ളവും നൽകി. മക്കൾ അമ്മച്ചിയെന്ന് വിളിക്കുന്നത് കേട്ട് നാട്ടുകാരും അമ്മിണിയെ അമ്മച്ചിയെന്ന് വിളിച്ചു. അങ്ങനെ അമ്മിണി മലപ്പുറത്തുകാരുടെ അമ്മച്ചിയായി. ഇരിക്കാൻ പോലും സമയമില്ലാത്ത വിധം കച്ചവടം പുരോഗമിച്ചു. 50 പാക്കറ്റ് പാലിൽ നിന്നും 600 മുതൽ 800 പാക്കറ്റിലേക്ക് വരെ കച്ചവടം വർദ്ധിച്ചു. അമ്മിണി അവസാനം അസൽ മലപ്പുറത്തുകാരിയുമായി. മലപ്പുറത്തിന്റെ സ്നേഹവും കരുണയും ആവോളം പകർന്നു. വിശന്നു വരുന്നവന് പണം വാങ്ങാതെ ഭക്ഷണവും നൽകി. കടയിൽ സഹായിയെ പോലും നിർത്താതെ അമ്മച്ചി മലപ്പുറത്തിന്റെ തിരക്കിലലിഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളുടെ സമീപ പ്രദേശത്തെല്ലാം വലിയ കച്ചവടങ്ങൾ വന്നെങ്കിലും പലരും ദാഹമകറ്റാൻ അമ്മച്ചിയുടെ കടയിലെത്തി. ഒരു ആയുസിന്റെ കഠിനാധ്വാനവും പകരം വെക്കാനില്ലാത്ത മനക്കരുത്തും അമ്മച്ചിക്ക് നല്ല നാളുകൾ സമ്മാനിച്ചു. മക്കളും നിറയെ പേരമക്കളും വീടും വാഹനവും എല്ലാമായി. പ്രായം 63 കച്ചവടം നിർത്താൻ അമ്മച്ചിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. തന്റെ മക്കളെ പോലെ ഭക്ഷണം നൽകുന്ന ഒരുപാട് പേർ മലപ്പുറത്തുണ്ട്. അവരെ പിരിയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. മരിക്കും വരെ മലപ്പുറം പ്രസ് ക്ലബിന് മുൻവശത്തുള്ള നീല നിറത്തിലുള്ള പെട്ടിക്കൂട്ടിലിരുന്ന് മറ്റുള്ളവർക്കായി ജീവിക്കണമെന്നാണ് അമ്മച്ചിയുടെ ആഗ്രഹം. അതാണ് പ്രാർത്ഥനയും. ഇന്റർനാഷണൽ വുമൻസ് ഡേ സ്പെഷ്യൽ സ്റ്റോറിക്ക് വേണ്ടി മുരളി കോടൂർ, മലബാർ ടൈം.